ഹലോ. ഹായ് 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 ഹായ്. ചേട്ടാ, ഒരു ലൈവ് അങ്ങോട്ട് തുടങ്ങുന്ന ഉടനെ വരുന്ന ആദ്യ മെസ്സേജുകളിലൊന്നും ഫ്രീ പാലസ്തീൻ നിൻ്റെ പൊന്നുമോനെ ഞാനാണോടാ ഈ പാലസ്തീനെ പിടിച്ചു വെച്ചേക്കുന്നത്? അതിപ്പോൾ ഉപ്പാക്ക പരിഹസിച്ചുകൊണ്ടിട്ടാണ്. നല്ല മഴ, കൊട്ടാരക്കരയിൽ നല്ല മഴയാന്ന് പറയുന്നു. ഞാൻ അപ്പോൾ ലൈവ് വിഷയങ്ങൾ സ്റ്റാർട്ട് ചെയ്യാം. ലൈവ് വിഷയം ആദ്യം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ വളരെ ഗൗരവകരമായൊരു വിഷയം പറഞ്ഞുകൊണ്ടാണ് ഞാൻ തുടങ്ങുന്നത്. കൊട്ടാരക്കരയിൽ എൻ്റെ നാട്ടിൽ എനിക്ക് വീടിന് വളരെ അടുത്ത് നടന്നൊരു ഒരു സംഭവം നിങ്ങൾ ഒരുപക്ഷെ എല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കും. ഒരു പെൺകുട്ടി കിണറ്റിൽ ചാടി മരിക്കാൻ ശ്രമിച്ചതും അത് രക്ഷിക്കാൻ വേണ്ടി വന്ന ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥനും ആ പെൺകുട്ടിയുടെ കാമുകനെന്ന് പറയപ്പെടുന്ന ചെറുപ്പക്കാരനും ഉൾപ്പെടെ മരണപ്പെട്ട ഒരു സംഭവം. പ്രിയമുള്ളവരെ, കുടുംബം വളരെ അമൂല്യമാണെന്ന് മനസ്സിലാക്കുക. ഇപ്പോൾ ഇവിടെ ഈ കൊട്ടാരക്കരയിൽ സംഭവിച്ച ഏറ്റവും ദാരുണമായ ഒരു അപകടമെന്ന് പറയുന്നത് 3 കുട്ടികളുള്ള ഒരമ്മ മറ്റൊരുവനായിട്ട് പ്രണയമാകുന്നു. ആ പ്രണയം ഭർത്താവ് കണ്ടുപിടിക്കുന്നു. ആ കണ്ടുപിടിക്കുന്നത് വലിയ രീതിയിൽ വിഷയമായി മാറുന്നു. അപ്പോൾ ആ പെൺകുട്ടിയെ അയാൾ ഉപദ്രവിക്കുന്നു. ഉപദ്രവം സഹിക്കാൻ വയ്യാതെ ആ പെൺകുട്ടി കിണറ്റിൽ ചാടുന്നു. കിണറ്റിൽ ചാടിയപ്പോൾ സൈഡിൽ 3 കുട്ടികളെ നിർത്തിക്കൊണ്ടാണ് ചാടിയത്. പക്ഷേ രക്ഷിക്കാൻ വേണ്ടി വന്ന ആൾക്കാരിൽ ആ തൊട്ടു മുകളിൽ ആ കിണർ ഇടിഞ്ഞു വീണ് രക്ഷിക്കാൻ വേണ്ടി വന്ന ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥൻ ഈ കിണറ്റിൽ വീണ് മരണപ്പെടുകയാണ്. ഞാനിത് ചിന്തിച്ചപ്പോൾ ഏതോ ഒരു ഭാഗത്തിരുന്ന് 2 പേർ ചെയ്തൊരു തെറ്റ്, ആ 2 പേർ ചെയ്ത തെറ്റിന് എവിടെയോ ഒരു കുടുംബം നയിക്കേണ്ട ഒരു ഉദ്യോഗസ്ഥൻ കൂടി ബലിയാടാക്കപ്പെടുകയാണ്. അപ്പോൾ അത് എൻ്റെ നാട്ടിൽ നടന്നൊരു സംഭവമായതുകൊണ്ട് ഞാനതൊന്ന് ഓർമ്മിപ്പിക്കുകയാണ്. എല്ലാ ഇഷ്ടങ്ങളും ഒക്കെ നമ്മൾ നിലനിർത്തി കൊണ്ടുപോകുന്നതിനോടൊപ്പം തന്നെ ഫാമിലിക്ക് വലിയൊരു പ്രാധാന്യം കൊടുത്ത് മുന്നോട്ട് പോവുക. കാർത്തിക അവലോകനം സിനിമ കണ്ടു, നന്നായിരുന്നു എന്ന് പറഞ്ഞ RK വൈബ്സിന് ഒരുപാട് സന്തോഷം. കാർത്തിക അവലോകനം യൂട്യൂബിൽ ലഭ്യമാണ്. ഒരുപാട് ആൾക്കാർ അന്ന് ഇറങ്ങിയ സമയത്ത് വളരെ നല്ല അഭിപ്രായം പറയുകയും എന്നാൽ കോവിഡ് സമയത്തായതുകൊണ്ട് നമുക്ക് തിരഞ്ഞെടുപ്പിന് മുൻപ് ചെയ്തിരുന്നൊരു സിനിമ എന്ന നിലയിൽ തിരഞ്ഞെടുപ്പിന് ശേഷം ഇറങ്ങിയതുകൊണ്ട് തിയേറ്ററുകളിൽ പരാജയം നേരിട്ടൊരു സിനിമയായിരുന്നു. ഇപ്പോൾ എനിക്ക് എൻ്റെ യൂട്യൂബിൽ ഇടാനുള്ള റൈറ്റ്സ് എൻ്റെ പ്രൊഡ്യൂസർ തന്നതുകൊണ്ടാണ് ഞാൻ യൂട്യൂബിലിട്ടത്. കാണാത്തവരൊന്ന് കാണുക. തിരഞ്ഞെടുപ്പിന് മുമ്പ് 100% കാണേണ്ട സിനിമയാണ്. CCL ഇത്തവണ കളിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ നിലവിലത്തെ CCLൻ്റെ സ്ക്വാഡിൽ ഞാനും സെലക്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അടുത്ത മാസം നവംബർ 15-ാം തീയതിക്ക് ശേഷമായിരിക്കും മാച്ച് തുടങ്ങുന്നത്. തീർച്ചയായിട്ടും ഞാൻ കളിച്ചാലും ഞാൻ കളിച്ചില്ലെങ്കിലും നമ്മുടെ കേരള സ്ട്രൈക്കേഴ്സിനെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം. തീർച്ചയായിട്ടും TV-യിൽ ടെലികാസ്റ്റിംഗ് ഉണ്ടാവും. നമ്മുടെ മത്സരം തിരുവനന്തപുരത്ത് നടക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും കാണാൻ വരണം. നമുക്ക് ഞാനൊക്കെ കളിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് എല്ലാവർക്കും കൂടെ ചേർന്ന് ഗ്രൗണ്ടിൽ ഒരു ആഘോഷമാക്കി മാറ്റാം. കളിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷ. ചെറിയ ചെറിയ പരിക്കുകളും കാര്യങ്ങളൊക്കെ മറ്റൊരു ഭാഗത്തൂടെ ഉണ്ട്. നിഷാദേ അണ്ണ, ഞാൻ നീ മുത്താണ് എന്ന് പറഞ്ഞ മെസ്സേജ്. ഒരുപാട് സന്തോഷം നിഷാദെ. ഇന്ത്യ താലിബാൻ ജിയോ പൊളിറ്റിക്സിനെ കുറിച്ചിട്ടുള്ള അഭിപ്രായം ചോദിച്ചാൽ ആത്യന്തികമായിട്ട് എല്ലാവരുടെയും നേട്ടമാണ്. അവിടെ തീവ്രവാദികളില്ല. ഞാൻ പൊതുവേ ഈ ടെററിസം എന്ന് പറയുന്ന കാഴ്ചപ്പാട് എന്നെ സംബന്ധിച്ച് ഞാൻ വിശ്വസിക്കുന്നത് ഇത് പലപ്പോഴും ഭരണകൂടങ്ങളുടെ ഒരു നിലനിൽപ്പിൻ്റെ പ്രശ്നമാണ്. നിങ്ങളൊന്ന് ചുമ്മാതൊക്കെ ഒരു കോമൺ സെൻസിലൊന്ന് ചിന്തിച്ച് നോക്കൂ. 2 രാജ്യങ്ങൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസമില്ല എന്നുണ്ടെങ്കിൽ ഈ ലോകത്ത് ഏറ്റവും വലിയ കച്ചവടം ആയുധ കച്ചവടമാണ്. ആയുധ കച്ചവടം നടക്കണമെങ്കിൽ എന്ത് വേണം? രാജ്യങ്ങൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ വേണം. രാജ്യങ്ങൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസം ഉള്ളപ്പോഴാണല്ലോ നമ്മളിത് വാങ്ങിക്കൂട്ടുന്നത്. ഇപ്പോൾ നിങ്ങളുടെ വീട്ടിൽ വലിയ രീതിയിൽ എലിശല്യം ഉണ്ടെങ്കിലല്ലേ നിങ്ങൾ എലിവിഷം വാങ്ങും. അപ്പോൾ എലി ഇല്ലാത്തൊരു സാഹചര്യം വന്നാൽ എലിവിഷം ഉണ്ടാക്കുന്ന ഒരു കമ്പനിക്ക് ഒരു കാരണവശാലും എലിവിഷം എന്ന് പറയുന്ന ഒരു ബിസിനസ് നടക്കത്തില്ല. കാര്യം ആ കമ്പനിയുടെ നിലനിൽപ്പ് എന്ന് പറയുന്നത് എലിവിഷം ഉണ്ടാക്കി വിൽക്കലാണ്. എലിവിഷം ഉണ്ടാക്കി വിൽക്കണമെങ്കിൽ 100% എന്ത് വേണം? എലി വേണം. എലി നമ്മളെ വീട്ടുകാരെ ശല്യം ചെയ്യണം. അപ്പോൾ ഈ ബിസിനസ് ചെയ്യുന്നവൻ എന്ത് ചെയ്യും? എലികൾ ശല്യം ചെയ്തില്ലെന്നുണ്ടെങ്കിൽ എലികളെ കൂടെ സൃഷ്ടിക്കാൻ നോക്കും. ഇത് ഈ രസകരമായിട്ട് ഇപ്പോൾ റാബീസ് എന്ന് പറയുന്ന വാക്സിൻ, പൊതുവേ ഈ മരുന്ന് കച്ചവടം എന്ന് പറയുന്നത് ലോകത്തെ ഏറ്റവും വലിയ കച്ചവടങ്ങളിലൊന്നാണ്. അപ്പോൾ ഏതൊരു ബിസിനസ്സിൻ്റെയും നിലനിൽപ്പെന്ന് പറയുന്നത് അതിൻ്റെ ഒരു മാർക്കറ്റ് കൂടിയാണ്. ഇപ്പം നമ്മളെ പലവിധ മൃഗങ്ങൾ കടിക്കും. പക്ഷേ ഈ കടിച്ചാലൊന്നും നമുക്ക് എന്തെടുക്കണ്ട? റാബീസ് വാക്സിൻ എടുക്കേണ്ട കാര്യമില്ല. അപ്പോൾ റാബീസ് വാക്സിൻ എടുക്കേണ്ടി വരുന്നത് ആര് കടിച്ചാലാണ്? കൂടുതലും പട്ടികൾ കടിച്ചാലാണ്. പൂച്ച കടിച്ചാൽ അണ്ണാമാന്തിയിലൊക്കെ ഉണ്ടെങ്കിൽ ഇതൊക്കെ നമുക്ക് താരതമ്യേന വളരെ കുറവാണ്. അതുകൊണ്ട് എന്ത് ചെയ്യുക? തെരുവ് പട്ടികളെ കൊല്ലാതിരിക്കുക. ആര്?
ഞാനിത് പറഞ്ഞത് നിങ്ങൾ കൊല്ലാതിരിക്കുക എന്നുള്ളതല്ല. എന്തുകൊണ്ടാണ് ഇങ്ങനൊരു സിസ്റ്റം വന്നേക്കുന്നത്? നമ്മളെ നാട്ടിൽ കിടക്കുന്ന തെരുവ് പട്ടികൾ ആൾക്കാരെ കടിച്ച് അവർക്ക് പേവിഷം ഉണ്ടാകണം. ഉണ്ടായെങ്കിൽ മാത്രമേ എന്തിനുള്ള സാധ്യത ഉണ്ടാകത്തുള്ളൂ? റാബിസ് എന്ന് പറയുന്നൊരു വാക്സിൻ ഇവിടെ നിലനിൽപ്പുണ്ടാകത്തുള്ളൂ. ഈ റാബിസ് എന്ന് പറയുന്ന വാക്സിൻ ഗവൺമെൻറ് ആശുപത്രികളിൽ കോടിക്കണക്കിന് രൂപകൾക്ക് വാങ്ങി വെച്ചേക്കുകയാണ്. അപ്പം ഗവൺമെൻറ് തന്നെ ഡയറക്റ്റ് പർച്ചേസ് ചെയ്ത് വെച്ചേക്കുകയാണ് ഇതെല്ലാം തന്നെ. അന്നേരം ഈ റാബിസ് വാക്സിൻ ഈ ഗവൺമെൻറ് ആശുപത്രിയിൽ വിൽക്കപ്പെടണമെങ്കിൽ തെരുവ് പട്ടികൾ ആൾക്കാരെ കടിച്ചേ പറ്റൂ. അപ്പം അതിന് വേണ്ടിയിട്ട് ഇവിടെ ഇപ്പുറത്തൊരു സിസ്റ്റം ഉണ്ടാവും. ഇതെല്ലാം നമ്മുടെ ഈ ലോകത്ത് നടക്കുന്ന എല്ലാ കാര്യങ്ങൾക്ക് പിന്നിലും ഒരു റീസൺ ഉണ്ടാവും. അപ്പം വളരെ സിസ്റ്റമാറ്റിക്കലി പറഞ്ഞാൽ കമ്മ്യൂണിസം നിലനിൽക്കണമെങ്കിൽ എന്തോ വേണം? കമ്മ്യൂണിസം നിലനിൽക്കണമെങ്കിൽ ദാരിദ്ര്യം വേണം. മനുഷ്യർ തമ്മിൽ ജാതീയമായ ഭിന്നിപ്പുണ്ടാവണം. മനുഷ്യരെല്ലാവരും മനുഷ്യരെ ഒരുപോലെ കണ്ടാൽ പിന്നെ അവിടെ ഒരു കമ്മ്യൂണിസത്തിന് പ്രസക്തിയുണ്ടോ? മനുഷ്യരെല്ലാവരും സമഭാവനയോടുകൂടി സമമായ രീതിയിൽ, അതായത് എല്ലാവരും ഒരുപോലെ ജീവിച്ചാൽ ഇവിടെ കമ്മ്യൂണിസം പറഞ്ഞുകൊണ്ട് വരുന്നതിന് പ്രസക്തിയുണ്ടോ? അപ്പോൾ അവിടെ എന്ത് വേണം? അവിടെ ജാതീയമായ വിവേചനം വേണം, മതപരമായ വിവേചനം വേണം. അപ്പോൾ വിവേചനങ്ങൾ അവസാനിച്ചാൽ കമ്മ്യൂണിസം ഉണ്ടാവില്ല. അപ്പോൾ കമ്മ്യൂണിസം നിലനിൽക്കാൻ വേണ്ടി എന്ത് ചെയ്യും? ഇപ്പുറത്ത് ഇതൊക്കെ നിലനിർത്തും. മനുഷ്യനെ തമ്മിൽ അടുപ്പിച്ചുകൊണ്ടേയിരിക്കും. ഇത് ഞാൻ തുടക്കത്തിൽ പറഞ്ഞതാണ്. മനുഷ്യൻ തമ്മിലടിച്ചെങ്കിൽ മാത്രമേ ചില രാഷ്ട്രീയ പാർട്ടികൾക്ക് നിലനിൽപ്പുള്ളൂ. അതുപോലെ തന്നെ ലോകരാജ്യങ്ങൾ തമ്മിലടിച്ചെങ്കിൽ മാത്രമേ ആയുധക്കച്ചവടം ചെയ്യുന്ന രാജ്യങ്ങൾക്ക് നിലനിൽപ്പുള്ളൂ. അതുകൊണ്ട് ഇവരെല്ലാവരും മനുഷ്യരെ അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിലടിപ്പിച്ചുകൊണ്ടേയിരിക്കും. നമ്മൾ പരമാവധി ബോധതലത്തിൽ ജീവിക്കാൻ ശ്രമിക്കുക. നമ്മൾക്ക് ചുറ്റുമുള്ള മനുഷ്യരുമായിട്ട് അനാവശ്യമായ രീതിയിൽ അടിയോ വഴക്കോ ഉണ്ടാക്കാതെ ജീവിക്കാൻ ശ്രമിക്കുക. പിന്നെ ബിഗ് ബോസിൽ നമ്മളിപ്പോൾ ഒരു ടാസ്ക് ഓടിക്കൊണ്ടിരിക്കുന്നുണ്ടല്ലോ. എന്തായിരുന്നു നമ്മുടെ എൻ്റെ സീസണിലൊക്കെ ഉണ്ടായിരുന്ന ഒരു രസകരമായൊരു ടാസ്ക് ഉണ്ടായിരുന്നു, ഈ സൂപ്പർ പവർ കിട്ടിയ ടാസ്ക്. ഞാൻ ജസ്റ്റ് സ്റ്റോറി ഇട്ടിട്ടുണ്ട്. ചില ആൾക്കാരൊക്കെ ചോദിക്കും നമ്മളെങ്ങനെയാണ് ജയിച്ചതെന്ന്. അപ്പോൾ കാണാത്തവർക്ക് വേണ്ടിയിട്ട് പോയി നോക്കുക. എന്തുകൊണ്ടാണ് ബിഗ് ബോസ് സീസൺ 5 നമ്മൾ ജയിക്കാനുണ്ടായ കാരണമെന്ന് ഈ ടാസ്കുകൾ പറയും, അല്ലെങ്കിൽ അതിലെ കോണ്ടൻറ്റുകൾ പറയും. കാണാത്ത ആൾക്കാർക്ക് എന്തും പറയാമല്ലോ. ഷാഫി പറമ്പിലിൻ്റെ കേസിൽ ഭരണകൂടങ്ങൾക്കെതിരെയല്ല ഷാഫി സമരത്തിൽ പോലീസിന് എന്ത് സേഫ്റ്റിയാണ്? അല്ല, പണ്ട് ഞാനും ഇതേ കണക്ക് ഒരാൾക്കൂട്ട സമരത്തിനിടയിൽ പെടുകയും എൻ്റെ തല അടിച്ചു പൊട്ടിക്കുകയും ചെയ്തിട്ടുണ്ട്. പോലീസ് അടിച്ചു പൊട്ടിച്ചു എന്നുള്ളതാണ് ഞാൻ അന്ന് വിശ്വസിക്കുന്നത്. പക്ഷേ നമ്മൾ പോലീസിന് അന്ന് പിന്നെ ഞാനൊരു രാഷ്ട്രീയ പാർട്ടിയുടെ ഭാഗമായതുകൊണ്ട് നമ്മൾ എതിർ രാഷ്ട്രീയ പാർട്ടിക്കെതിരെയാണ് കേസ് കൊടുക്കുന്നത്. ഞാൻ കോൺഗ്രസിൻ്റെ ഭാഗമായതുകൊണ്ട് ഞാൻ കമ്മ്യൂണിസ്റ്റുകാർക്കെതിരെ കേസ് കൊടുത്തു. പിന്നീട് ആ കമ്മ്യൂണിസ്റ്റുകാരെ ഒന്നും ശിക്ഷിക്കാൻ ഞാൻ ആഗ്രഹിക്കാത്തതുകൊണ്ടും അവർ യഥാർത്ഥത്തിൽ തെറ്റുകാരല്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നത് കൊണ്ടും ഞാനന്ന് നിയമപരമായിട്ടുള്ള രീതിയിൽ അവരെ സഹായിക്കുകയാണ് പിന്നീട് ചെയ്തത്. അതുകൊണ്ട് തന്നെ ഇപ്പം ഷാഫി പറമ്പലിനെ മേ ബി ഒരു ആൾക്കൂട്ടത്തിനിടയിൽ പോലീസ് അറിഞ്ഞുകൊണ്ട് അടിച്ചതാണോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. പോലീസുകാർ ഒരു MP അറിഞ്ഞുകൊണ്ട് അങ്ങനെ തല്ലത്തില്ല. ആ അടി ഒരു പക്ഷേ അറിയാതെ സംഭവിച്ചതാകാം. പിന്നെ രാഷ്ട്രീയമാണ്, ഇതൊക്കെ തന്നെ രാഷ്ട്രീയമായിട്ട് മുതലെടുപ്പ് നടത്താൻ എല്ലാവരും ശ്രമിക്കും. അത് കോൺഗ്രസും ശ്രമിക്കും, BJP ശ്രമിക്കും, CPM ശ്രമിക്കും. അതൊക്കെ അവരുടെ ശരി തെറ്റുകളേക്കാൾ ഉപരി അവരുടെ ഒരു നിലനിൽപ്പിൻ്റെ കൂടി ഭാഗമാണ്. എൻ്റെ സിനിമാ സംവിധാന പരിപാടി ആക്ച്വലി എനിക്കൊന്ന് എഴുതാനുള്ള ഒരു സമയം കിട്ടുന്നില്ല. കാരണം ഞാൻ ഈ ഒരുപാട് പരിപാടികളുടെ പിന്നാലെ പോകുന്ന ഒരാളാണ്. അതെനിക്കിപ്പോൾ എന്നെ സംബന്ധിച്ച് എനിക്കതുകൊണ്ട് സമയം കിട്ടുന്നില്ല. ഫാമിലിയെ ഇപ്പോൾ എൻ്റെ അച്ഛനമ്മ അവർക്കൊക്കെ പ്രായമായി വരുന്നു, അവർക്ക് സുഖമില്ലാത്ത പ്രശ്നങ്ങളുണ്ട്. എൻ്റെ ഭാര്യ, മക്കൾ, ഇവരെ നോക്കണം. എന്നിട്ട് മറ്റു പല കാര്യങ്ങളും ശ്രദ്ധിക്കണം, ബിസിനസ് പരമായ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. നിങ്ങൾ കാണാത്ത ഒരുപാട് കാര്യങ്ങൾക്ക് പിന്നാലെയുള്ള തിരക്കിൽ ഞാൻ ഒരു ഭാഗത്ത് കിടന്ന് ഞാൻ ഓടുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും ഇപ്പോൾ സോഷ്യൽ മീഡിയ വഴി നമുക്ക് കാണിക്കാൻ പറ്റില്ലല്ലോ. ഞാൻ ഷെയർ മാർക്കറ്റിൽ ഞാൻ ട്രേഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ നമ്മളുടെ ലൈഫ് സ്റ്റൈലും കാര്യങ്ങളും മറ്റു പല മീറ്റിങ്ങുകൾ, ഡിസ്കഷനുകൾ, ഓട്ടം, ഇതിൻ്റെ ഇടയിൽ ഞാൻ എൻ്റെ ഒരു പുസ്തകത്തിൻ്റെ എഴുത്ത് ഒരു ഭാഗത്ത് നടക്കുന്നു, തിരക്കഥ എഴുത്തൊരു ഭാഗത്ത് നടക്കുന്നു. ഒന്നിലും ഒരു പൂർണ്ണമായും ശ്രദ്ധിക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിൽ ഓടുന്നു. ഇതിൻ്റെ ഇടയ്ക്ക് നമ്മളെ സെലിബ്രിറ്റി ക്രിക്കറ്റ് ലീഗുമായി ബന്ധപ്പെട്ട് നടക്കുന്ന പ്രാക്ടീസ് നടക്കുന്നു. അങ്ങനെ പല കാര്യങ്ങൾക്ക് പിന്നാലെ പൊളിറ്റിക്കൽ വിഷയങ്ങൾ ഞാൻ ഉണ്ടെന്ന് നിങ്ങൾക്കറിയാം. അങ്ങനെ ബിസിനസ് പരമായ കാര്യങ്ങളുണ്ട്, റിയൽ എസ്റ്റേറ്റ് പരമായ കാര്യങ്ങളുണ്ട്, മറ്റ് യാത്രകളുണ്ട്, മറ്റു പല പ്രോഗ്രാമുകളുണ്ട്. ഇതിൻ്റെ ഇടയിലൂടെ എൻ്റെ അടുത്ത് സിനിമ എപ്പോഴാണ് സംവിധാനം ചെയ്യുന്നതെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പണ്ടത്തെ കണക്കുള്ള ഒരു വലിയ പാഷനോട് കൂടിയിട്ടൊന്നും ഇപ്പോൾ ഞാൻ സിനിമയെ കാണുന്നില്ല. ഇപ്പം ഞാൻ കുറച്ചും കൂടെ
കുറച്ചും കൂടി ഒരു സാമൂഹ്യ ജീവിയായി മാറിക്കൊണ്ടിരിക്കുന്നു. എൻ്റെ പേഴ്സണൽ ഇഷ്ടങ്ങളൊക്കെ ഞാൻ ഒരുപാട് ഇപ്പോൾ മാറ്റിവെച്ചു. എൻ്റെ പേഴ്സണൽ പാഷനൊക്കെ ഞാനിപ്പോൾ ഒരുപാട് മാറ്റിവെച്ചു. ഞാൻ അതിനെക്കാട്ടിയും കൂടുതലും ഇനി എന്നെക്കൊണ്ട് എന്ത് സമൂഹത്തിന് ചെയ്യാൻ കഴിയും, അല്ലെങ്കിൽ എനിക്കെന്താണ് മറ്റു മേഖലകളിൽ ജനങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ എന്നെക്കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യങ്ങളിലേക്കൊക്കെയാണ് ഇപ്പോൾ എൻ്റെ ഒരു കോൺസെൻട്രേഷനും കാര്യങ്ങളുമൊക്കെ. ഇനിയിപ്പോൾ അല്ലാതെ ഇപ്പം സിനിമാ സംവിധാനമായോ അല്ലെങ്കിൽ നടനായോ കുറേ കാശ് മേടിക്കുക എന്നതിനേക്കാൾ ഉപരി മറ്റ് ചില ചിന്തകളാണ് എനിക്കുള്ളത്. അപ്പോൾ അതാണ് കൂടുതലും ഫോക്കസ് ചെയ്യുന്നത്. എന്നാലും ഒന്നോ രണ്ടോ പടം കൂടെ സംവിധാനം ചെയ്യണമെന്നുള്ള ആഗ്രഹം നമ്മുടെ ഉള്ളിലുണ്ട്. അതിൻ്റെ കാര്യങ്ങളൊക്കെ ഒരു ഭാഗത്ത് നീക്കിക്കൊണ്ടിരിക്കുന്നു. അസ്ന ഹായ്. സുഖമായിരിക്കുന്നു. ഈ സീസണിൽ ആര് വിന്നറാകുമെന്ന് ചോദിച്ചാലൊന്നും ഉത്തരം ഞാൻ പറയുന്നത് ശരിയല്ല. നമ്മളതൊരിക്കലും പ്രേക്ഷകർ വോട്ട് ചെയ്ത് ജയിപ്പിക്കുന്ന ഒരു സീസണാണ്. അല്ലാതെ ഇപ്പം നിങ്ങൾക്ക് എന്നോടൊരു ചോദ്യം ചോദിച്ചാൽ അഖിലേട്ടന് ആരെയാണ് ഇഷ്ടം എന്നൊക്കെ വേണമെങ്കിൽ ചോദിക്കാം. അല്ലാതെ ഈ സീസണിൽ ആരാണ് വിജയിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞാൽ അതിനകത്തൊരു പ്രശ്നമുള്ളത്, അത്യാവശ്യം കുറച്ച് പേരെ സ്വാധീനിക്കാൻ ശേഷിയുള്ള ഒരാളാണ് ഞാൻ. അപ്പോൾ ഞാൻ ഒരു പേരിത് പറയുന്ന സമയത്ത് മികച്ച രീതിയിൽ മത്സരിച്ച് കൊണ്ടിരിക്കുന്ന ഒരു മത്സരാർത്ഥി എന്ന് പ്രേക്ഷകരിലെ ഒരു വിഭാഗം ആൾക്കാർ കരുതുന്ന ആരെങ്കിലും, മേ ബി അങ്ങനെ കരുതുന്ന ഒരാളുടെ പേര് ഞാൻ പറയാതിരിക്കാം. ഞാൻ മറ്റൊരാളുടെ പേര് പറയുന്ന സമയത്ത് ആൾക്കാർക്കിടയിൽ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവുകയും ഞാൻ എന്താണ് അങ്ങനെ റീഡ് ചെയ്തതെന്ന് ചിന്തിച്ച് അർഹതപ്പെട്ട ഒരാൾക്ക് ജയിക്കുന്ന ഒരു സാഹചര്യത്തെ തട്ടിക്കളയാനൊന്നും ഞാൻ തയ്യാറല്ല. അതുകൊണ്ട് ആര് ജയിക്കും എന്നുള്ള ചോദ്യത്തിന് ഒരു ശരിയായ ഉത്തരം എൻ്റെ ചിന്തയിൽ നിന്ന്, മേ ബി എനിക്ക് തോന്നുന്ന ചില ആൾക്കാരുണ്ടാകും, പക്ഷേ അത് പബ്ലിക്കായിട്ട് പറഞ്ഞ് ഈ ഒരു ഷോയുടെ നിലവിലുള്ള ഈ ഒരു സ്വാഭാവിക ഒഴുക്കിനെ തടയുന്നത് ശരിയല്ല. പിന്നെ ഇപ്പം നമ്മളിപ്പം ഏതെങ്കിലും ഒരു മത്സരാർത്ഥിയെക്കുറിച്ചിട്ട് എന്തെങ്കിലും അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ആ മത്സരാർത്ഥിയെക്കുറിച്ചല്ല, പകരം അവരവിടെ സൃഷ്ടിച്ച കോണ്ടൻറ്റിൻ്റെ ശരിതെറ്റുകളെ കുറിച്ചിട്ടാണ്. ഇപ്പം ഞാൻ ഇന്ന് ഒരു റീൽ വീഡിയോ എനിക്കൊരാൾ അയച്ചു തന്നു. അതിൽ നമ്മുടെ പഴയ ബിഗ് ബോസ് സീസണിൽ വന്നിട്ട് പോയ റിയാസ് ഇത് ഇങ്ങനെ പറയുകയാണ്: അഖിൽമാരാർ ഡബിൾ സ്റ്റാൻഡാണ്, അഖിൽമാരാർ മോസ്റ്റ് ഇൻസെക്യൂർഡ് പേഴ്സൺ ദാറ്റ് ഐ ഹാവ് എവർ സീൻ ഇൻ മൈ ലൈഫ് എന്നൊക്കെ പറഞ്ഞിട്ട് റിയാസ് സംസാരിക്കുന്ന ഒരു കാര്യമുണ്ട്. യഥാർത്ഥത്തിൽ ഈ റിയാസ് എന്ന് പറയുന്ന വ്യക്തിയെ ഒരിക്കലും വ്യക്തിപരമായിട്ട് ഞാൻ ആക്ഷേപിച്ചല്ല ആദ്യം സംസാരിച്ചത്. റിയാസ് ഹൗസിനുള്ളിൽ കയറി ചെന്ന് കാണിച്ച വിവരക്കേടുകൾ റിയാസ് ആർക്ക് വേണ്ടിയാണോ സംസാരിച്ചത് ആ സംസാരിക്കുന്ന വിഭാഗത്തിനെതിരായി മാറിയെന്നും ആരെയാണോ എതിർക്കാൻ പോയത് ആ എതിർക്കാൻ പോയ വിഭാഗത്തിന് ഗുണകരമായി മാറിയെന്നും പറഞ്ഞു. അതോടൊപ്പം ഷാനവാസുമായി ബന്ധപ്പെട്ടിട്ടുണ്ടായ ഒരു ഇഷ്യൂ പിന്നീട് റിയാസ് പുറത്തിറങ്ങി എന്നെ ആക്ഷേപിച്ച് സംസാരിച്ച സമയത്താണ് ഞാൻ അവനെ പരിഹസിച്ചുകൊണ്ട് എനിക്ക് പറയേണ്ടി വന്നത്, എടാ എടാ എന്ന് വിളിച്ചതിനകത്ത് അവന് വിഷമം തോന്നാനുള്ള സാഹചര്യം ഉണ്ടായത് ഇന്ന കാരണം കൊണ്ടാണ് എന്നെനിക്ക് പറയേണ്ടി വന്നത് എവിടെയാണ്. പക്ഷേ ഇത് മനസ്സിലാക്കാതെ സമാനമായ രീതിയിലാണ് മറ്റുള്ള മത്സരാർത്ഥികളും പ്രതികരിച്ചത്. ഈ ബിഗ് ബോസിൽ നമ്മൾ ആരെങ്കിലും പറ്റി പറയുമ്പോൾ ഒരാളെയും എനിക്ക് വ്യക്തിപരമായിട്ട് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഞാനിവിടെ മുഖ്യമന്ത്രിയെ പറ്റി സംസാരിക്കുന്നത്, മുഖ്യമന്ത്രി എന്ന് പറയുന്ന ഒരു ഭരണാധികാരിയാണെന്നും ആ ഭരണാധികാരി എടുക്കുന്നൊരു തീരുമാനം ജനങ്ങൾക്ക് ഗുണവും ദോഷകരവുമായിട്ടുള്ള കാര്യങ്ങൾ സംഭവിക്കുമെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അത്തരം തീരുമാനങ്ങളെ തിരുത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ പലപ്പോഴും എൻ്റെ വിമർശനങ്ങളോ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായങ്ങളോ ഉന്നയിക്കുന്നത്. കാര്യം നമ്മൾ പറയുന്നൊരു കാരണം കൊണ്ട്, അല്ലെങ്കിൽ നമ്മൾ ഉന്നയിക്കുന്ന ഒരു വിഷയം, ഒരു പർട്ടിക്കുലർ വിമർശനം കൊണ്ട് ഈ നാട്ടിൽ എന്തെങ്കിലും പ്രയോജനം ഉണ്ടാവണം. അല്ലാതെ വ്യക്തിപരമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് തൊഴുമ്പുണ്ടാക്കി ജീവിക്കാനും അത്ര ഗതികെട്ട കണ്ടൻറ്റുകൾ സൃഷ്ടിക്കാനൊന്നും എനിക്ക് താല്പര്യമില്ല. മറ്റുള്ളവർക്ക് അത് ആഗ്രഹമുണ്ടാകും, കാരണം അവർക്ക് അവരുടെ നിലനിൽപ്പാണത്. കോമാളി കളിച്ച് നടന്ന് സോഷ്യൽ മീഡിയ വഴി നിലനിന്ന് പോകുക എന്ന് അവരാഗ്രഹിക്കുന്നതാണ്. ഞാൻ പറഞ്ഞിട്ടുള്ള ഇപ്പം ഞാൻ തന്നെ കഴിഞ്ഞ 4 ദിവസം കൊണ്ട് വിവാദമായ പ്രസ്താവന എന്നൊക്കെ പറയുന്നത് പണ്ട് കൊടുത്ത ഇൻ്റർവ്യൂ ആൾക്കാരുടെ അടുത്ത് വെച്ച് പ്രചരിപ്പിക്കുന്ന എൻ്റെ കുഴപ്പം കൊണ്ടല്ല. ദുരിതാശ്വാസ നിധി സമയത്ത് ഞാൻ വൈറലാകണമെന്ന് കരുതി ഞാനൊന്നും പറഞ്ഞിട്ടില്ല. ഞാൻ പറയുന്നൊരു വിഷയത്തിനകത്ത് കാമ്പുണ്ടെന്നും കഴമ്പുണ്ടെന്നും മനസ്സിലാക്കി പൊതുജനങ്ങൾ ഒരു വിഭാഗം അത് ഏറ്റെടുക്കുന്ന സമയത്താണ് ഇതിന് കൂടുതൽ മൈലേജ് കിട്ടുന്നത്. കാരണം ഞാൻ റൈറ്റേഴ്സാണ്, ഞാൻ എഴുതുകയാണ് ചെയ്യുന്നത്. അല്ലാതെ ഞാൻ റോട്ടിലിറങ്ങി കോമാളിത്തരങ്ങൾ കാണിക്കുകയല്ല ചെയ്യുന്നത്. എൻ്റെ ഒരു എഴുത്ത് വായിച്ചിട്ട് ആ എഴുത്തിനകത്ത് അടങ്ങിയിരിക്കുന്ന കാര്യങ്ങളെയാണ് ജനങ്ങൾ സ്വീകരിക്കുന്നതും തള്ളി പറയുന്നതും.
പ്രകൃതിയും പ്രാർത്ഥനയുമൊക്കെ അകത്ത് സുഖമായിരിക്കുന്നു. സാത്താൻ സേവവുമായി എനിക്ക് യാതൊരു ബന്ധവുമില്ല. ഏതോ ഒരു ശക്തി എന്നെ അനുഗ്രഹിക്കുന്നുണ്ട് എന്ന് വിശ്വസിക്കുകയും ഏതോ ഒരു ശക്തി എനിക്കൊപ്പം ഉണ്ട് എന്ന് വിശ്വസിക്കുകയും ഞാൻ ചെയ്യുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് ഇറങ്ങിയത് അറിഞ്ഞു എന്ന് ചോദിക്കുന്നു. സത്യം പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കണം, രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന വ്യക്തി വ്യക്തിപരമായിട്ട് അദ്ദേഹം ചെയ്ത കാര്യങ്ങളോട് നമുക്ക് ഏത് രീതിയിലാണ് നിങ്ങൾക്ക് ഓരോരുത്തർക്കും എതിർക്കാൻ പറ്റുക? നിങ്ങൾ സീരിയസ്ലി ചിന്തിച്ച് നോക്കൂ. നിയമപരമായോ ക്രിമിനലായോ ചെയ്യാത്ത ഒരു തെറ്റ് മാത്രമാണ്, അതായത് അയാൾക്കെതിരെ നിയമപ്രകാരം ഒരു നടപടിയും എടുത്തിട്ടില്ല. പക്ഷേ ഒരു പൊതുപ്രവർത്തകൻ, യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് എന്ന നിലയിൽ അദ്ദേഹത്തിന് പെരുമാറ്റം അല്ലെങ്കിൽ അദ്ദേഹം സ്വീകരിക്കേണ്ട ചില കാര്യങ്ങൾ അത് ചെയ്തില്ല എന്നതിനപ്പുറത്തേക്ക് ഈ രാജ്യത്തെ ഒരു പൗരനെന്ന നിലയിൽ അയാൾ എന്ത് തെറ്റാണ് ചെയ്തത്? അത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു യാഥാർത്ഥ്യമാണ്. ഇപ്പോഴത്തെ വശം ചിന്തിക്കൂ. MLA എന്ന നിലയിലോ അല്ലെങ്കിൽ ഒരു യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് എന്ന നിലയിലോ പാലിക്കേണ്ട ഒരു അച്ചടക്കം അല്ലെങ്കിൽ ഒരു പൊതുപ്രവർത്തകൻ കാണിക്കേണ്ട മര്യാദകൾ പാലിച്ചില്ല എന്നത് മാറ്റിവെച്ചാൽ അയാൾ സമൂഹത്തിൽ ആരെയും ബലാത്സംഗം ചെയ്യാൻ പോയതായിട്ടൊരു വാർത്തയുമില്ല. അയാൾ ഒരു പെൺകുട്ടിയെ ഉപദ്രവിച്ചതായിട്ടൊരു വാർത്തയുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന ഒരു MLA, നിലവിൽ MLA ആയിട്ടിരിക്കുന്നിടത്തോളം കാലം അദ്ദേഹം ഒരു പൊതുപരിപാടിയിൽ പങ്കെടുത്താൽ അയാളെ ആക്രമിക്കാൻ പോകുന്ന രീതി ഒരിക്കലും ശരിയല്ല. ഒന്നാമത്തെ കാര്യം, നമ്മൾക്ക് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം. ഇപ്പം നിങ്ങൾക്ക് ഇഷ്ടമല്ലാത്ത അഭിപ്രായങ്ങൾ ഞാൻ പറയാം. പക്ഷെ നിങ്ങൾക്ക് ഞാനെന്ന് പറയുന്ന വ്യക്തിയെ നിങ്ങൾ തള്ളിപ്പറയേണ്ട കാര്യമുണ്ടോ? നിങ്ങൾ ഞാനെന്ന് പറയുന്ന വ്യക്തിയെ അതിൻ്റെ പേരിൽ ആക്രമിക്കേണ്ട കാര്യമുണ്ടോ? നിങ്ങൾ ഞാനെന്ന് പറയുന്ന വ്യക്തിയെ ഒറ്റപ്പെടുത്തേണ്ട കാര്യമുണ്ടോ? നമ്മൾ പറയുന്ന ഒരു പർട്ടിക്കുലർ അഭിപ്രായത്തോട് നിങ്ങൾക്ക് യോജിക്കാം, വിയോജിക്കാം. അത് ഞാൻ ഈ എന്നെ ഉദാഹരണം ചേർത്ത് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ കേട്ടോ. അത് നമ്മളെല്ലാ കാര്യത്തിലും നമുക്ക് അങ്ങനെ ആവാം. നിങ്ങളുടെ സുഹൃത്തുക്കളുടെ അടുത്താവാം, നിങ്ങളുടെ നാട്ടുകാരുടെ അടുത്താകാം, നിങ്ങൾ വർക്ക് ചെയ്യുന്ന സ്ഥാപനങ്ങളിലുള്ള ആൾക്കാരുടെ അടുത്താകാം. നമുക്ക് മനുഷ്യരോട് ഈ അവഗണന, ഒറ്റപ്പെടുത്തൽ, ഒഴിവാക്കൽ ഇതൊന്നും ചെയ്യാൻ പാടില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇനി ഒരു തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയാണെന്നുണ്ടെങ്കിൽ ജനങ്ങൾക്ക് അയാൾ MLA എന്ന നിലയിൽ കൊള്ളരുതാത്തവനായിട്ട് നിങ്ങൾക്ക് തോന്നിയാൽ, MLA എന്ന നിലയിൽ അയാൾ മോശമാണെന്ന് നിങ്ങൾക്ക് തോന്നിയാൽ നിങ്ങൾ അയാൾക്ക് വോട്ട് ചെയ്യാതിരിക്കാം. അല്ലാതെ നിലവിൽ MLA ആയിരിക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ വരുന്ന സമയത്ത് അവിടെ പോയി അയാളെ ആക്ഷേപിക്കാൻ നിയമപരമായിട്ട് അയാൾക്കെതിരെ ഈ കേരളത്തിൽ ഏതെങ്കിലും ഒരു പോലീസ് സ്റ്റേഷനിൽ എന്തെങ്കിലും ഒരു FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ ഇല്ലയോ നമ്മൾ ആലോചിക്കണം. അതേസമയം എത്രയോ കേസുകളിൽ പ്രതിയായ ആൾക്കാർ നമ്മളെ ഭരിക്കുന്നു. മുഖ്യമന്ത്രി മുതൽ പല മന്ത്രിമാർ വരെ പലവിധ കേസുകൾ പ്രതിയാണ്. കേരളത്തിലെ പീഡന കേസുകൾ പ്രതിയായിട്ടുള്ള മന്ത്രിമാർ വരെ ഉണ്ടായിട്ട് കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ള സാഹചര്യങ്ങളാണ് ഞാനീ പറയുന്നത്. അപ്പോൾ അതെന്ന് പറയുന്നത് വളർന്നു വരുന്ന ഒരു ചെറുപ്പക്കാരനോട് കാണിക്കുന്ന ഒരു അസഹിഷ്ണുതയുടെ കൂടി ഭാഗമാണ്. ഞാൻ ഇത് പറയുന്ന സമയത്ത് ഞാൻ ആവർത്തിച്ച് പറയുകയാണ്, രാഹുൽ ചെയ്ത കാര്യങ്ങളോട് നമുക്ക് യോജിപ്പില്ല. രാഹുൽ ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിലും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് എന്ന നിലയിലും ഭാവിയിൽ ഈ നാടിനെ നയിക്കാൻ ശേഷിയുള്ള ഒരു വ്യക്തിത്വമായി മാറേണ്ട ഒരാളെന്ന നിലയിലും അദ്ദേഹത്തിൻ്റെ പെരുമാറ്റത്തിൽ, അദ്ദേഹത്തിൻ്റെ തീരുമാനങ്ങളിൽ വീഴ്ചകൾ പറ്റിയത് മാറ്റിവെച്ചാൽ സംഘടനാപരമായിട്ടോ അല്ലാതെയോ ആ വ്യക്തിയെയോ നിലവിൽ MLA നിലയിലോ അയാളെ അവഗണിക്കുകയോ ഒറ്റപ്പെടുത്തുകയോ ഒഴിവാക്കേണ്ടയോ ഒരു തെറ്റും പുള്ളി ചെയ്തതായിട്ട് ഞാൻ വിശ്വസിക്കുന്നില്ല. ഞാൻ നല്ല ചോദ്യങ്ങൾ ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ചുമ്മാ സംസാരിക്കുകയാണെന്നുണ്ടെങ്കിലും അത് ചുമ്മാതെ പറഞ്ഞു പോകാമെന്ന് കരുതി നോക്കിയതാണ്. അതിൻ്റെ ഞാനിങ്ങനെ കമൻറ്റ് വായിച്ച് വന്നതിനിടയ്ക്ക് ഒരു അലി സെയ്ദ് പുള്ളി
എൻ്റെ ലൈവ് നോക്കിയിട്ട് പുള്ളിയുടെ വാപ്പയെ നോക്കിയെന്ന് തോന്നുന്നു, ഒരു കമൻറ്റ് ഇട്ടേക്കുന്നു, ഹായ് പൂറൻ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എനിക്കൊന്ന് ഈ ലൈവ് നോക്കിയ സമയത്ത് പുള്ളിയുടെ വാപ്പ പുള്ളിയുടെ ഫ്രണ്ടിലൂടെ പാസ് ചെയ്ത് പോയി. പെട്ടെന്ന് എന്നെ ശ്രദ്ധിക്കാതെ പുള്ളിയുടെ വാപ്പയെ പുള്ളി ശ്രദ്ധിക്കേണ്ടി വന്നു. പക്ഷെ അറിയാതെ ടൈപ്പ് ചെയ്തപ്പോഴത്തേക്ക് പുള്ളിയുടെ വാപ്പയുടെ പേരാണ് ഇവിടെ കമൻ്റ് അടിച്ചിട്ടത്. അപ്പോൾ ഈ പൂറൻ്റെ മോനാന്ന് തോന്നി അലീസ് ചെയ്തേ. അപ്പോൾ അത് ഈ കമൻറ്റിങ്ങിന് ഞാൻ നല്ല ചോദ്യങ്ങൾ വല്ലതും ഉണ്ടോ നോക്കി വന്ന സമയത്ത് കണ്ടതാണ്. അപ്പം പൂറനെയും പൂറൻ്റെ മോൻ അലീസ് ചെയ്തിനെ ഞാൻ തിരക്കിയെന്ന് പറഞ്ഞേക്കും. നിക്കോളാസ് പൂറൻ്റെ ഫാമിലിപ്പെട്ട ആരാണെന്ന് തോന്നുന്നു. കമൻറ്റുകൾ വായിക്കാനാണെങ്കിൽ എനിക്ക് ഒരുപാട് കമൻറ്റുകൾ വായിക്കണം. ഞാൻ പറഞ്ഞത്, നമുക്ക് നിങ്ങൾ ആരെങ്കിലും ചോദിക്കുന്ന ചോദ്യങ്ങളിൽ എനിക്ക് മറുപടി പറയാൻ രസകരമാകുന്നത് അല്ലെങ്കിൽ നല്ലതെന്ന് തോന്നുന്നതുമായ ഒരു ചോദ്യത്തിന് മറുപടി പറയുമ്പം ഒരാൾക്ക് വേണ്ടിയിട്ടല്ല മറുപടി പറയുന്നത്. അൺഎംപ്ലോയിഡ് ആയിട്ടുള്ള ചെറുപ്പക്കാർക്ക് ജോലി കിട്ടാൻ എന്തെങ്കിലും ഒരു വഴി എന്ന് ചോദിച്ച് അനുശ്രീ ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. തൊഴിലില്ലായ്മയല്ല നിങ്ങളുടെ പ്രശ്നമെന്ന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. നിങ്ങൾക്ക് തൊഴിൽ ചെയ്യാനുള്ള ബുദ്ധിമുട്ടാണ് നിങ്ങളുടെ പ്രശ്നം. ഞാൻ ഇപ്പം 2010 സമയത്ത് ഒരു കോർപ്പറേറ്റ് കമ്പനിയിൽ 50,000-ലധികം ശമ്പളം വാങ്ങി ജോലി ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് എൻ്റെ ലക്ഷ്യങ്ങൾക്ക് പിന്നാലെ ഇറങ്ങണമെന്ന നിലയിൽ ഞാൻ ഈ ജോലി രാജിവെച്ചിട്ടാണ് പോകുന്നത്. ജോലി രാജിവെച്ച് ജീവിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വേറെ മാർഗ്ഗമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ അന്നത്തെ കാലത്ത് എനിക്ക് ചെയ്യാൻ പറ്റുന്ന എല്ലാ ജോലികളും ഞാൻ ചെയ്യുന്നുണ്ടായിരുന്നു. അതാണ് നിങ്ങൾ പിന്നീട് കണ്ടിട്ടുള്ള ഈ പറയുന്ന മാങ്ങാ കച്ചവടമായാലും തേങ്ങാ കച്ചവടമായാലും മീൻ കച്ചവടമായാലും OLXൽ നിന്ന് മൊബൈൽ ഫോൺ എടുത്തുകൊണ്ട് വന്ന് 7,000 രൂപയ്ക്ക് ഒരു ഫോൺ മേടിച്ചുകൊണ്ട് വന്ന് 7,500 രൂപയ്ക്ക് വിറ്റാൽ കിട്ടുന്ന 500 രൂപ, ക്രിക്കറ്റ് കളിക്കാൻ പോയാൽ കിട്ടുന്ന 500 രൂപ, ഇങ്ങനെ പൈസ കണ്ടെത്താൻ വേണ്ടി നമുക്ക് മുമ്പിൽ ധാരാളം ജോലി സാധ്യതകളും ധാരാളം അവസരങ്ങളും നിങ്ങൾക്ക് മുന്നിലുണ്ട്. നിങ്ങൾക്ക് മുന്നിലുള്ള അവസരങ്ങൾ കണ്ടെത്താതെ നിങ്ങൾക്ക് പറ്റുന്ന, അതായത് നിങ്ങളുടെ ഒരു കംഫർട്ട് സോണിനെ നിങ്ങൾ സ്വയം സൃഷ്ടിച്ചെടുത്തുകൊണ്ട് ഞാൻ ഇന്ന ജോലിയെ ചെയ്യൂ. കാര്യം അത് നമ്മളെടുത്തേക്കുന്നൊരു നമുക്ക് എന്താ പറയുക, മറ്റൊരു ജോലി ചെയ്യുമ്പോൾ ആ ജോലി ചെയ്യുന്നതിനോട് പുച്ഛം തോന്നുന്നു, അല്ലെങ്കിൽ ഈ ജോലി ചെയ്ത ആൾക്കാർ നമ്മളെ അക്സെപ്റ്റ് ചെയ്യത്തില്ലെന്ന് തോന്നലുണ്ടാകുന്നു. നിങ്ങൾ അവിടെയാണ് നിങ്ങളുടെ പ്രശ്നം വരുന്നത്. നിങ്ങൾ എന്ത് ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു അതിന് വേണ്ടിയിട്ട് നിങ്ങൾ പരിശ്രമിക്കുക. അല്ലാതെ ഇവിടെ ആരും നിങ്ങളെ രക്ഷപ്പെടുത്താൻ വേണ്ടി ഇരിപ്പില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾ മറ്റൊരാളടുത്ത് പോയിട്ടൊരു കാര്യം സംസാരിക്കുമ്പോൾ നിങ്ങൾക്കൊരു അവസരം കിട്ടണമെങ്കിൽ അയാൾക്ക് പ്രയോജനപ്പെടുന്ന കാര്യങ്ങൾ പോയി നിങ്ങൾ സംസാരിക്കുക. ഇപ്പം ഞാനൊരു ഇപ്പോൾ എൻ്റെ അടുത്ത് ഒരുപാട് പിള്ളേർ തിരക്കഥ എഴുതിയിട്ട് ചേട്ടാ ഒരു കഥയുണ്ടോ എന്ന് കേൾക്കാവോ എന്ന് ചോദിക്കാറുണ്ട്. ഇവരെല്ലാവരും എന്നോട് കഥ പറയാൻ വരുന്നതിൻ്റെ ഉദ്ദേശം എന്നിലൂടെ ഒരു പ്രൊഡ്യൂസറെ കിട്ടിയിട്ട് ആ പ്രൊഡ്യൂസർ വഴി ഈ പ്രോജക്റ്റ് നടക്കണം, ഇതാണ് ഇവരുടെ ലക്ഷ്യം. പക്ഷേ നിങ്ങൾ അങ്ങനെ ചിന്തിക്കരുത്. ഞാനെന്ന് പറയുന്ന വ്യക്തിയെ മാറ്റി വയ്ക്കും. ഇപ്പം ഞാൻ ചെയ്യുന്ന ഒരു പരിപാടി എന്ന് പറയുന്നത്, എനിക്കിപ്പം ബിഗ് ബോസ് കഴിഞ്ഞിറങ്ങിയതിന് ശേഷം നിരവധി അവസരങ്ങളുണ്ട്. എനിക്ക് മോഹൻലാലിനോടും ലാലേട്ടനോടും മമ്മൂക്കയോടും ദിലീപേട്ടനോടും തൊട്ട് മലയാളത്തിലെ എല്ലാ ആൾക്കാരുമായിട്ടും ഡയറക്റ്റ് ബന്ധമുണ്ട്. ഡയറക്റ്റ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം, ഫോണിൽ വിളിച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം, വാട്സപ്പിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. ഇവരൊക്കെ നമുക്ക് റിപ്ലൈ തരും. പക്ഷേ നാളിതുവരെ ഒരു കഥ പോലും എഴുതി ഞാൻ ഇവരെടുത്ത് ഒരു പോകുന്ന സാഹചര്യം ഞാൻ ഉണ്ടായിട്ടില്ല. എന്തുകൊണ്ടാണ്? ഞാൻ ഒരിക്കൽ പോയി ലാലേട്ടനെ കണ്ടാൽ ലാലേട്ടനോട് എനിക്ക് പറയേണ്ടത്, ലാലേട്ട ഇത് അങ്ങേക്ക് പ്രയോജനപ്പെടുന്ന ഒരു നല്ല സബ്ജക്റ്റാണ്, എനിക്ക് പ്രയോജനപ്പെടുന്നതല്ല, അദ്ദേഹത്തിന് പ്രയോജനപ്പെടുന്നൊരു സബ്ജക്റ്റാണ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ പോകണം. ഇപ്പോൾ ജോജി ചേട്ടൻ എൻ്റെ വളരെ അടുത്ത സുഹൃത്താണ്, ഒരു ജ്യേഷ്ഠ സഹോദരനാണ്. ജോജി ചേട്ടനോട് ഞാനൊരു പ്രോജക്റ്റ് സംസാരിക്കാൻ ചെല്ലുമ്പം ജോജി ചേട്ടന് കാരണം നമ്മളെക്കാട്ടിയും രക്ഷപ്പെട്ട ഒരാളെ നമ്മൾ കാണാൻ പോകുമ്പോൾ അയാളിലൂടെ നമ്മൾക്ക് രക്ഷപ്പെടണമെന്ന് നമ്മൾ വിചാരിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് അയാൾക്ക് നമ്മളെ കൊണ്ട് എന്ത് പ്രയോജനം ഉണ്ടാക്കി കൊടുക്കാമെന്നുള്ളതാണ് നമ്മൾ ആദ്യം ചിന്തിക്കേണ്ടത്. അപ്പോൾ നമ്മുടെ കയ്യിലുള്ളൊരു പ്രോഡക്റ്റ് നമുക്ക് പ്രയോജനപ്പെടുന്നതിനെക്കാട്ടിയും കൂടുതലും അയാൾക്ക് പ്രയോജനപ്പെടുമെന്ന് നമ്മൾ അയാളെ കൺവിൻസ് ചെയ്യാൻ ശ്രമിക്കണം. നിങ്ങൾ ഒരിക്കലും രക്ഷപ്പെട്ട ഒരാളിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടി അയാളുടെ അടുത്തേക്ക് പോകരുത്. അതൊരിക്കലും ആരും നിങ്ങളെ സഹായിക്കത്തില്ല. ഞാൻ ഒരു പ്രോജക്റ്റും കൊണ്ട് ഒരാളുടെ അടുത്തേക്ക് പോകുമ്പോൾ ഞാൻ ഒരു നല്ലൊരു സജഷനാണ് ഞാൻ നിങ്ങൾക്ക് തരുന്നത്. പലപ്പോഴും നിങ്ങളെല്ലാവരും പല കാര്യങ്ങൾക്ക് പിന്നാലെ നടക്കും, പലതും നടക്കത്തില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ വിഷമിക്കും. നടത്തിയെടുക്കുന്ന ആൾക്കാർ ഏത് രീതിയിലാണ് നടത്തിയെടുക്കുന്നതെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഞാനതിന് സിനിമ വെച്ച് ഉദാഹരണമാണ് പറഞ്ഞത്. ഇപ്പോൾ മലയാള സിനിമയിൽ സാറ്റലൈറ്റ് വാല്യൂ ഉള്ള ഒരു ആർട്ടിസ്റ്റിനോട് നിങ്ങൾ കഥ പറയാനായിട്ട് പോകുമ്പോൾ 100% അയാൾക്ക് ഈ സിനിമയിൽ അഭിനയിച്ചാൽ എന്ത് പ്രയോജനമുണ്ടാകുമെന്ന് അയാളൊക്കെ കൺവിൻസ് ചെയ്യണം. നിങ്ങളൊരു വസ്തു കച്ചവടവുമായി ബന്ധപ്പെട്ട് പോകുമ്പോൾ നിങ്ങളുടെ കയ്യിൽ നിങ്ങൾക്കറിയാവുന്നൊരു സുഹൃത്തിൻ്റെ വസ്തു വിൽക്കാനുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഓൺ പ്രോപ്പർട്ടി വിൽക്കാനുണ്ട്. ഒരു പർട്ടിക്കുലർ വ്യക്തിയെടുത്ത് പോയി ഇത് പറഞ്ഞ് മേടിപ്പിക്കണം. അപ്പോൾ ആ വസ്തുവിന് സെൻറ്റിനൊരു 10 ലക്ഷം രൂപ വിലയുള്ള ഒരു വസ്തുവാണെന്ന് വെച്ചോളൂ. അപ്പോൾ അത് ഒരു ബയ്യറടുത്ത് പോയി നിങ്ങൾ സംസാരിക്കുമ്പോൾ നിങ്ങൾ ആ ബയ്യറോട് എന്താണ് പറയേണ്ടത്? ആ ബയ്യർക്ക് ഈ വസ്തു മേടിച്ചാൽ എന്ത് ബെനിഫിറ്റാണ് ഉണ്ടാകുന്നതെന്ന് നിങ്ങൾ ആ ബയ്യറെ കൺവിൻസ് ചെയ്യണം.
അപ്പോൾ നമ്മൾ പറയേണ്ടത് ഈ ഉദാഹരണത്തിന് 10 ലക്ഷം രൂപ വിലയുള്ള ഒരു പ്രോപ്പർട്ടിയാണ്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമ്മൾക്ക് പൈസയുടെ എമർജൻസി ഉണ്ടായതുകൊണ്ട് ഞങ്ങളത് 7 ലക്ഷം രൂപയ്ക്ക് തരാൻ തയ്യാറാണ്, സാറിനിത് മേടിക്കാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിക്കുന്നിടത്തായിരിക്കും മേ ബി അയാളിത് വില്ലിങ് ആയിട്ട് വരുന്നത്. അപ്പോൾ അയാൾ ചിന്തിക്കും, അതേസമയം 10 ലക്ഷത്തിൻ്റെ പ്രോപ്പർട്ടിയാണ്, സാറ് 10 ലക്ഷത്തിന് മേടിക്കുമെന്ന് നമ്മൾ ചോദിച്ച് ചെല്ലുന്ന സമയത്ത് പലപ്പോഴും ഇത് കച്ചവടം നടക്കണമെന്നില്ല. ഇതുപോലെയാണ് ഒരു 90% കാര്യങ്ങളിലുള്ളത്. ഇത് നോർമൽ കച്ചവടത്തിൻ്റെ കാര്യമല്ല ഞാൻ പറയുന്നത്. ഡിമാൻഡഡ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് ഒന്നും തന്നെ നമ്മൾ റേറ്റ് കുറയ്ക്കേണ്ട കാര്യങ്ങളില്ല. ഇപ്പം ഞാനെന്ന് പറയുന്ന വ്യക്തി ബിഗ് ബോസിൽ പോകുന്നതിന് മുൻപ് പല ഫംഗ്ഷനുകൾക്കും അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. എനിക്ക് വണ്ടിക്കൂലി പോലും ഒരാൾ തന്നിട്ടില്ല. വണ്ടിക്കൂലിയെങ്കിലും തരണേ എന്ന് പറഞ്ഞിട്ട് ഞാൻ പല സ്ഥലങ്ങളിലും പോയിട്ടുണ്ട്. വണ്ടിക്കൂലി ഞാൻ പറഞ്ഞാൽ 2000 രൂപ നിങ്ങൾ എനിക്ക് എൻ്റെ കാറിന് ഡീസൽ അടിക്കാനുള്ള പൈസയെങ്കിലും തരണം, അത് തരാമെന്ന് പറഞ്ഞ് എന്നെ വിളിക്കുകയും അതുപോലും തരാതെ നമ്മളെ ഒഴിവാക്കിയിട്ടുണ്ട്. അതേസമയത്ത് നമ്മൾ ഇന്നൊരു പരിപാടിക്ക് പോകുമ്പോൾ ഞാനൊരു എമൗണ്ട് പറയും, നിങ്ങൾ ആ എമൗണ്ട് എനിക്ക് തരാൻ തയ്യാറാണോ? അത് പറ്റുമെങ്കിൽ ഞാൻ വരും, ഇല്ലെങ്കിൽ ഞാൻ വരില്ല. വണ്ടിക്കൂലി നിങ്ങൾ എനിക്ക് സെപ്പറേറ്റ് തരും. എന്തുകൊണ്ടാണ്? അവിടെ ഞാൻ ഡിമാൻഡഡായി. അപ്പം നമ്മൾ ഡിമാൻഡഡായി വരുന്നത് വരെയും, നമ്മൾക്കൊരു വില നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത് വരെയും, ആ വില ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള യാത്രകളിൽ നമ്മൾ പലതും അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. നമ്മൾ പലതും ബുദ്ധിപരമായ തീരുമാനങ്ങളെടുത്ത് മുന്നോട്ട് പോകേണ്ടി വരും. ഇത് പൊതുവേ ഞാൻ പറയുന്നത്, മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ, സക്സസ് ആകുന്ന ആൾക്കാർ എന്താണ് ചെയ്തതെന്ന് തിരിച്ചറിയണം. എങ്ങനെ ലൈഫിൽ സക്സസ് ആകാം എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾക്കൊരു കൃത്യമായ ധാരണ ഉണ്ടാവണം. അല്ലെങ്കിൽ സക്സസ് ആയിട്ടുള്ള ആൾക്കാരുടെ അടുത്ത് ചോദിച്ചിട്ട് എന്താണ്, അപ്പം നമുക്ക് വ്യത്യസ്തമായ കഴിവുകൾ കാണും. ഇതിനേക്കാളെല്ലാം ഉപരി നിങ്ങൾക്ക് കഴിവുണ്ടോ ഇല്ലയോ നിങ്ങൾ മനസ്സിലാക്കണം. ഇപ്പം നന്നായിട്ട് കഥ എഴുതാൻ ഉണ്ട്, നല്ലൊരു കഥയാണ് നിങ്ങൾ എഴുതി വെച്ചേക്കുന്നത്. ആ കഥ നിങ്ങൾക്ക് സിനിമയാക്കണമെങ്കിൽ 100% അത് സിനിമയാകും. കാരണം ഒരു നല്ല കഥ നോക്കിയിരിക്കുകയാണ് ഇവിടെ ഒരു നല്ലൊരു നിർമ്മാതാവ്, ഇവിടെ ഒരു നല്ല കഥ നോക്കിയിരിക്കുകയാണ് ഇവിടുത്തെ ഒരു സംവിധായകൻ, ഇവിടുത്തെ ഒരു നല്ല കഥ നോക്കിയിരിക്കുകയാണ് ഇവിടുത്തെ ഒരു നടൻ. ഇത് നല്ലതായി അവർക്ക് തോന്നണം, നിങ്ങൾക്ക് തോന്നിയാൽ പോരാ. നിങ്ങൾ ആരെടുത്തോണ്ടാണോ ഇത് കൊണ്ടു ചെല്ലുന്നത് അവർക്കിത് നല്ലതായിട്ട് തോന്നണം. അവർക്ക് ഇതിൽ അഭിനയിച്ചാൽ, അല്ലെങ്കിൽ ഇത് സംവിധാനം ചെയ്താൽ, അല്ലെങ്കിൽ ഇത് നിർമ്മിച്ചാൽ, എങ്ങനെ അവർക്കിത് പ്രയോജനമുണ്ടാകുമെന്ന് അവർക്ക് തോന്നണം. ആ തോന്നൽ ഉണ്ടാക്കുന്നിടത്താണ് നിങ്ങളുടെ സക്സസ്. ഇതുപോലെ എന്ത് കാര്യം ചെയ്താലും, ഇപ്പം നിങ്ങളൊരു കമ്പനിയിൽ ഇൻ്റർവ്യൂവിന് പോകുന്നു, ആ കമ്പനിയെ നിങ്ങൾ ബോധിപ്പിക്കേണ്ടത് എന്നെ ഈ ജോലിക്കെടുത്താൽ കമ്പനിക്ക് എന്ത് പ്രയോജനം ഉണ്ടാകുമെന്നാണ്. അല്ലാതെ എനിക്കൊരു ജോലി തരണേ എന്ന് ചോദിച്ചോ, അല്ലെങ്കിൽ എനിക്കൊരു അവസരം തരണേ, അങ്ങനല്ല. നിങ്ങൾ എനിക്കൊരു അവസരം തരൂ, ഞാൻ നിങ്ങൾക്ക് എന്ത് പ്രയോജനം ഉണ്ടാക്കി തരുമെന്ന് ഞാൻ കാണിച്ചു തരാം. അന്നേരം നിങ്ങളവിടെ കയറും. അന്നേരം അവർക്ക് മനസ്സിലാവും, ഇവൻ കൊള്ളാം, ഇവനെ കൊണ്ട് എനിക്ക് പ്രയോജനമുണ്ട്. അപ്പം ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ വളർച്ച അവിടെ ആരംഭിച്ചു തുടങ്ങും. അഖിലേട്ടാ, എന്നെ പോലെ പാവപ്പെട്ട വീട്ടിലെ ചെക്കന്മാർക്കൊരു ഹായ് തരാമോ എന്ന് ചോദിച്ച അജീഷ് ഒരു മെസ്സേജ് അയച്ചിരിക്കുന്നു. അജീഷ് ഹായ്. അത് ഈ പാവപ്പെട്ട വീട്ടിലെ ചെക്കനായതുകൊണ്ടല്ല, എനിക്ക് എൻ്റെ മെസ്സേജ് ഇഷ്ടപ്പെട്ടു. ഇങ്ങനെ പാവങ്ങളൊന്നും പണക്കാരൊന്നും എനിക്കങ്ങനെ ഒരു വേർതിരിവില്ല. എനിക്കെല്ലാവരും മനുഷ്യരാണ്. പിന്നെ നമ്മളെല്ലാ മെസ്സേജിൽ വായിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ചിലത് രസകരമായിട്ട് കാണുന്നു എന്നുള്ളതേ ഉള്ളൂ. ബിഗ് ബോസിനെ കുറിച്ച് പലയിടത്തും നെഗറ്റീവ് അഭിപ്രായമാണുള്ളത്. എന്താണ് എനിക്ക് പറയാനുള്ളത്? ഇപ്പം ബിഗ് ബോസിനെ കുറിച്ച് എനിക്കും ഭയങ്കര നെഗറ്റീവ് അഭിപ്രായമായിരുന്നല്ലോ. അതെന്താ പ്രശ്നം എന്ന് വെച്ചാൽ, നമ്മൾ ഏതൊരു ഷോയെയും, ഏതൊരു പ്രോഗ്രാമിനെയും നമ്മൾ വിലയിരുത്തുന്നത്, നമ്മൾ സ്നേഹിക്കുകയും ചെയ്യുന്നത്, അതായത് പുറത്തുനിന്ന് ആ ഷോ കാണാത്ത പുറത്തുള്ള ആൾക്കാർ. ഇപ്പോൾ ക്രിക്കറ്റ് കാണാത്ത ഒരാൾക്കും സച്ചിനെ ഭയങ്കര ഇഷ്ടമാണ്, ഫുട്ബോൾ കാണാത്ത ആൾക്കാർക്ക് മെസ്സിയെ ഭയങ്കര ഇഷ്ടമാണ്. അതെന്തുകൊണ്ടാണ്? നമ്മൾ മെസ്സി എന്ന് പറയുന്ന വ്യക്തിയെയും സച്ചിൻ എന്ന് പറയുന്ന വ്യക്തിയെയും പുറത്ത് കാണുമ്പോൾ അവർ പുറത്ത് സൃഷ്ടിക്കുന്ന ഒരു ഇമ്പാക്റ്റ്, അല്ലെങ്കിൽ അവരുടെ കോണ്ടൻറ്റുകളായിട്ട് നമ്മൾ പുറത്ത് കാണുന്ന എല്ലാം തന്നെ, ക്രിക്കറ്റ് കാണുന്നില്ല, ഫുട്ബോളും കാണുന്നില്ല, പക്ഷേ നമുക്ക് മെസ്സിയെയും സച്ചിനും ഇഷ്ടമാണ്. അതുപോലെ
ബിഗ് ബോസ് എന്ന ഷോ ആയിക്കോട്ടെ, ഒരു സീരിയൽ ആയിക്കോട്ടെ, ഒരു സിനിമ ആയിക്കോട്ടെ, ആര് ആ അതിൻ്റെ പ്രോഡക്റ്റായിട്ട് പുറത്തു വരുന്ന വ്യക്തികൾ, ഈ വ്യക്തികൾ സമൂഹത്തിൽ ഏത് രീതിയിലാണോ സമൂഹമായി സംവദിക്കുന്നത്, അവർ ഏതൊക്കെ രീതിയിലാണോ സമൂഹത്തിന് ഇഷ്ടപ്പെടുന്ന രീതിയിൽ പെരുമാറുന്നത്, സ്വാഭാവികമായിട്ടും ഈ ഷോയെ റീഡ് ചെയ്യുന്നത് അങ്ങനെയാണ്. ഇനി ബിഗ് ബോസ് എന്ന ഷോയെക്കുറിച്ച് ഒരാൾ ചോദിച്ചാൽ ഇപ്പോഴും ഞാൻ എപ്പോഴും പറയുന്നത്, ഈ ഷോ അതായത് കേരളത്തിൻ്റെ ഏത് ചുറ്റിലും കൊണ്ട് ക്യാമറ വെച്ചാൽ നിങ്ങൾ കാണുന്നതൊക്കെ തന്നെയാണ് ബിഗ് ബോസ് ഹൗസിലും ഉള്ളത്. ഇന്ന് സമൂഹത്തിൽ നടക്കുന്ന എന്താണ്, രാഷ്ട്രീയ പാർട്ടികൾ തമ്മിൽ നടക്കുന്ന എന്താണ്, ഇതേപോലെ പല വിഷയങ്ങൾക്കും അങ്ങോട്ടും ഇങ്ങോട്ടും അടി, അതിൽ ശരിതെറ്റുകൾ ജനം തിരഞ്ഞെടുക്കുന്നു. വൈകുന്നേരം നമ്മുടെ ന്യൂസ് ചാനലുകൾ വെച്ച് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്, ഗെയിമിംഗ് വിത്ത് ചേട്ടാ എൻ്റെ ഗെയിമിംഗ് ചാനലിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ, ആ ഗെയിമിംഗ് വിത്ത് ഗിഫാച്ച് ആ സപ്പോർട്ട് ചെയ്യൂ, എല്ലാവരും സപ്പോർട്ട് ചെയ്യട്ടെ. ഞാൻ പൊതുവേ ഗെയിമിങ്ങിനെ കുറിച്ച് വലിയ ധാരണയില്ലാത്ത ആളാണ്. അപ്പോൾ അപ്പോൾ ഇത് നിങ്ങൾ മനസ്സിലാക്കുക, ഷോ എന്ന് പറയുന്നത് ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെടാം, ഒരുപാട് പേർക്ക് മോശം തോന്നാം. അത് നമ്മൾ അതിനെക്കുറിച്ച് തള്ളിപ്പറയേണ്ട കാര്യമില്ല. ഇപ്പം സീരിയൽ എത്രയോ ആൾക്കാർ ഇഷ്ടപ്പെടുന്നു, എത്രയോ ആൾക്കാർ മോശമായിട്ട് കാണുന്നു. ഞാൻ ഏതാണ്ട് ഒരു 14 വർഷമായിട്ട് ടി വിയിൽ പ്രോഗ്രാമുകൾ കാണുന്ന ഒരാളല്ല. കാരണം ഞാൻ ടി വി കാണുന്നില്ല, അതാണ് സത്യം. കഴിഞ്ഞൊരു 14 വർഷമായിട്ട് ഈ സിനിമയിലെ ടി വി പ്രോഗ്രാം കാണാത്തതുകൊണ്ട് എനിക്ക് പലരെയും കണ്ടാൽ പോലും തിരിച്ചറിയത്തില്ല. എൻ്റെ അടുത്ത് തന്നെ പല സീരിയലിലും അഭിനയിക്കുന്ന ആൾക്കാർ എന്നോട് വന്ന് സംസാരിക്കുന്ന സമയത്ത് ഞാൻ പലരോടും ചോദിച്ചിട്ട് എന്ത് ചെയ്യുന്നു എന്ന് ചോദിച്ചിട്ടുണ്ട്. ഇപ്പോൾ റീസെൻ്റായിട്ട് പോലും ഇപ്പോൾ നാദറയുടെ വീട്ടിൽ വെച്ചിട്ട് ഞാൻ ഒരാളെ കണ്ടപ്പോൾ അയാൾ എന്ത് ചെയ്യുന്നു ചോദിച്ചപ്പോൾ അയാൾ ബിഗ് ബോസിൽ മുന്നേ ഒരു മത്സരാർത്ഥിയാണെന്ന് പോലും എനിക്കറിയില്ലായിരുന്നു. കാര്യം ധാരണയും കുഴപ്പം കൊണ്ടല്ല, ഇത് നമ്മൾ കാണുന്നില്ല, അതാണ് പ്രശ്നം. യാസിൻ, ഫ്രീ പാലസ്തീൻ തന്നെയാണ് എൻ്റെയും ആഗ്രഹം. പക്ഷേ അത് എന്നോട് കമൻ്റ് ഇട്ടാൽ ഇസ്രയേലിന് പ്രത്യേകിച്ച് ഒന്നും തോന്നത്തില്ല. കുറച്ച് പേർക്കൊരു ധാരണയുണ്ടാകും ഞാൻ ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ കുഞ്ഞമ്മയുടെ മോനാണെന്ന്. അതിൻ്റെ പേരിലാണെന്ന് തോന്നുന്നു കുറച്ച് പേർ എന്നെ ഒന്ന് തെറി വിളിച്ചിട്ട് പോയത്. അപ്പോൾ എന്നെ തെറി വിളിച്ചതിൻ്റെ പേരിൽ ബെഞ്ചമിൻ നെതന്യാഹു ഒരിക്കലും പാലസ്തീനെ മോചിപ്പിക്കത്തില്ല. അതിന് ലോകരാജ്യങ്ങളും പ്രത്യേകിച്ച് അറബ് രാഷ്ട്രങ്ങളും അമേരിക്ക ഉൾപ്പെടുന്ന രാജ്യങ്ങളും ഇസ്രയേലിൻ്റെ മുകളിലേക്ക് വലിയ രീതിയിലൊരു പ്രഷർ ചെലുത്തിയിട്ട് പാലസ്തീനിലെ സാധാരണപ്പെട്ട ജനതയ്ക്ക് നീതി നേടിക്കൊടുക്കട്ടെ എന്ന് മാത്രമേ എനിക്ക് ആഗ്രഹിക്കാൻ പറ്റൂ, പ്രാർത്ഥിക്കാൻ പറ്റൂ. കാര്യം പാലസ്തീനിലെ സാധാ ജനതയുടെ കാര്യമാണ് ഞാനീ പറയുന്നത്, അല്ലാതെ ഹമാസിൻ്റെ കാര്യമല്ല പറയുന്നത്. ഇപ്പോൾ ഹമാസിനെതിരെ അവിടെ തന്നെ വലിയ പ്രക്ഷോഭം നടന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ നിങ്ങളുടെ കൺമുന്നിൽ കാണുന്ന വാർത്തകൾക്കപ്പുറത്തേക്കുള്ള യാഥാർത്ഥ്യം കൂടി അറിയാൻ ശ്രമിക്കൂ. മതത്തേക്കാൾ ഉപരി മാനവികത പ്രാധാന്യം കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോകും. വെൻ ഡിഡ് യു സ്റ്റാർട്ട് ട്രേഡിങ്? അതുൽ, ഞാൻ 13 വർഷത്തോളമായി മോനെ ഷെയർ മാർക്കറ്റിൽ. അത് ഒരുപാട് നഷ്ടങ്ങൾ ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എനിക്ക് ഒരു ദിവസം 4 ലക്ഷം രൂപയുടെ നഷ്ടം വരെ എനിക്ക് സംഭവിച്ചിട്ടുണ്ട്. അതിൽ നിന്നൊക്കെ കുറേ കാര്യങ്ങൾ പഠിച്ചു. ഇപ്പം എല്ലാ ദിവസവും ഒന്നും ഞാൻ ട്രേഡ് ചെയ്യാറില്ല. ഇപ്പം ഇന്നത്തെ ദിവസം എനിക്കൊരു 10-40 രൂപയുടെ പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഞാൻ രാവിലത്തെ ഒരു 1 അവറിൻ്റെ പ്രോഫിറ്റ് ഞാൻ ജസ്റ്റ് ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ ഇട്ടിരുന്നു. ഇന്നത്തെ ദിവസം ടോട്ടാലിറ്റിയിൽ ഒരു 40,000 രൂപ ഇന്നത്തെ ഒരു ദിവസം നമുക്ക് പ്രോഫിറ്റ് കിട്ടി. കാര്യം ഇന്ന് മാർക്കറ്റ് ക്ലോസിംഗ് ദിവസം ആയതുകൊണ്ട് അത് കിട്ടിയതാണ്. പിന്നെ ഈ ഷെയർ മാർക്കറ്റിനെ കുറിച്ചിട്ട് ഒരുപാട് ആൾക്കാർ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്. പക്ഷേ അത് ഇതേപോലെ ഒരു ലൈവിൽ വന്നിരുന്ന് പറഞ്ഞ് മനസ്സിലാക്കി തരാൻ പറ്റുന്ന കാര്യങ്ങളല്ല. മേ ബി അത്തരം വീഡിയോകളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ എക്സ്ക്ലൂസീവ് നെറ്റ് ഇഷ്യൂ മാറി എനിക്കറിയാൻ വയ്യ.